ഹേ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ കുറച്ചേറെ നാളെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിപ്പോയി. കാര്യം കാലൊടിഞ്ഞ് വീട്ടിൽ കുത്തിയിരിപ്പായിരുന്നെന്നുണ്ടെങ്കിലും അവസ്ഥ വളരെ മോശമായിരുന്നു. കണ്ടോ എൻ്റെ അടുക്കള. എന്തു തന്നെ ഇരുന്നാലും തിരിച്ചറിവുകളുടെ സമയമായിരുന്നു എനിക്കിത്. കാര്യം നമ്മളൊന്ന് ഇരുന്ന് പോയാലും നമ്മളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ മിക്കവർക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, എല്ലാം ശരിയാവുള്ളൂ എന്നുള്ള വാശിയൊക്കെ ഉണ്ടാകും പലവർക്കും. പക്ഷേ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ, അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ നടന്നോളും. നമ്മളവിടെ ഇല്ലെങ്കിലും എല്ലാം നന്നായിട്ട് നടന്നോളും. കുറച്ചുപേരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, ഈ ഫുൾ ഡേ ഓടി നടന്ന് ഇത്രയും ബിസിയായി നടന്നിട്ട് നിനക്ക് എങ്ങനെ ഈ 2 മാസം വീട്ടിലിരിക്കാൻ പറ്റി, എങ്ങനെ നീ സമയം തള്ളി നീക്കുന്നുള്ളത്. സമയം പോകാനായിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാര്യം സമയം പോകാനുള്ള പല വഴികളും ഞാൻ തന്നെ കണ്ടെത്തിയിരുന്നു. ഒരു ഓൺലൈൻ കാലിഗ്രാഫി ക്ലാസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ബിസിനസ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. ബിസിനസ്സിലും ഉപരി അതെനിക്ക് ശരിക്കും ഭയങ്കര ഒരു റിലാക്സേഷനായിരുന്നു. പിന്നെ എൻ്റെ സ്ഥിരം ഈ തുണിക്കട്ടിൽ അതും എൻ്റെ സമയം കളയാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇരുന്ന് പോയപ്പോഴത്തേക്ക് എൻ്റെ മക്കളും കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഹസ്ബൻഡ് കൂടുതൽ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഉള്ള സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇല്ലാത്ത സമയം എൻ്റെ മക്കളായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. എൻ്റെ മുൻ ചോറ് വെക്കാൻ പഠിച്ചു, എൻ്റെ മോള് ഓംലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എനിക്ക് എൻ്റർടൈൻമെൻറ്റിന് യാതൊരുവിധ കുറവുണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ കിങ്ങിണി എപ്പോഴും എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റാത്ത വിഷമം അവളായിട്ട് കളിച്ച് തീർക്കുന്നുണ്ടായിരുന്നു. പൊതുവേ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വീട്ടിലുണ്ടാകുന്നത് വളരെ ചുരുക്കം സമയങ്ങളായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം കിട്ടിയിരുന്നു ആ ബോണ്ടിങ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ ഇതായിരുന്നു. ഏട്ടൻ വീട്ടിലുള്ള സമയത്ത് എല്ലാവർക്കും ഒരേപോലെ വാരി കൊടുക്കുമായിരുന്നു, എനിക്കുൾപ്പെടെ. ഞാനാണെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ആ ഒരു മടിയും കുറേ ദിവസത്തേക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ കിങ്ങിണി മോളുടെ അരങ്ങേറ്റമായിരുന്നു ആ ഒരു സമയം. അതായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും എനിക്ക് ആവുന്നതുപോലെയൊക്കെ എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അവൾ ഹാപ്പിയായിരുന്നു, എല്ലാവരും ഹാപ്പിയായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു വിഷമം സാധാരണ രീതിക്ക് നടക്കുന്നത് പോലെ എനിക്ക് നടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എൻ്റെ മക്കളും കുറേ കാര്യങ്ങൾ ഒത്തൊരുമയും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. സ്വന്തം പാത്രങ്ങൾ കഴുകി വെക്കാൻ പഠിച്ചു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളാണ് എനിക്ക് ഈ 2 മാസം കൊണ്ടുണ്ടായത്. 1.5 കാലം ഞൊണ്ടിയാണ് നടന്നിരുന്നെങ്കിലും എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റി. എൻ്റെ മോളുടെ അരങ്ങേറ്റം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റി. ആദ്യം വിഷമമായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ പയ്യെ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. ആൻഡ് ഫൈനലി സ്റ്റാർട്ടഡ് ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഓൾ ദ സ്മോൾ തിങ്സ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്. അപ്പോൾ ഓക്കെ, ബൈ.